മെഷീൻ വെച്ച് പുട്ടിടുന്നത് പറഞ്ഞൊരു വീഡിയോ ഇട്ടല്ലോ. അപ്പോൾ അതിൽ പലരുടെയും സംശയമായിരുന്നു മെഷീൻ വെച്ച് ഉപയോഗിക്കുമ്പോൾ വൈറ്റ് സിമെൻറ്റ് നമ്മളിതുപോലെ മെഷീൻ വെച്ച് ചെയ്തിട്ടുണ്ട്, അത് ഫ്ലോപ്പ് ആയിരുന്നതൊക്കെ. പക്ഷേ വൈറ്റ് സിമെൻറ്റ് പോലെ അല്ല കേട്ടോ ഈ പുട്ടിടുന്നത്. അവർ ഈ ഒരു മെഷീൻ വെച്ച് ഫസ്റ്റ് കോട്ടിങ് ഫുള്ള് മെഷീൻ വെച്ച് വളരെ എളുപ്പത്തിൽ അരമണിക്കൂറാണ് നമ്മൾ ഈ ഒരു ഏരിയ ഫുള്ള് കവർ ചെയ്ത് പുട്ടിട്ടത്. അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് കോട്ടിങ് ഉണ്ട്, അത് കഴിഞ്ഞിട്ട് മൂന്നാമതായിട്ട് പേപ്പർ ഇടുന്നുണ്ട്, അത് മെഷീൻ വെച്ച് പേപ്പർ ഇടുന്നുണ്ട്, ഫുൾ ലെവലിംഗ് ആക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വിചാരിക്കുന്ന ആദ്യത്തെ ആ ഒരു കോട്ടിങ് മെഷീൻ വെച്ച് ഈ പറഞ്ഞ പുട്ടിയിട്ട് പോയി ലെവലിംഗ് അങ്ങനെ ആവുന്നുള്ളതാണ്. അങ്ങനെയല്ല, അത് ഒരുപാട് പ്രൊസീജിയേഴ്സ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒരു വീഡിയോ ഫുൾ വീഡിയോ ഇടാം. ആ ഒരു സംശയം തീർക്കാൻ വേണ്ടി മാത്രമേ ഒരു വീഡിയോ ചെയ്യുന്നിട്ടാ. അവരുടെ രണ്ടാമത്തെ കോട്ടിങ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. രണ്ടാമത്തെ കോട്ടിങ് കഴിഞ്ഞ് അത് ഉണങ്ങിയതിന് ശേഷം മെഷീൻ വെച്ച് ഫുൾ ലെവലിംഗ് ഉണ്ട്. ഈ ഒരു മെഷീന് US മെയ്ഡ് മെഷീനാണ്. ഇവിടെ ഈ ഇന്ത്യയിൽ ആ ഒരു ഏഷ്യൻ പെയിന്റ് എന്നുള്ള കീഴിൽ ഏഷ്യൻ പെയിന്റ് ട്രസ്റ്റ് ചെയ്ത് ഇറക്കിയൊരു മെഷീൻ. അപ്പോൾ എത്രത്തോളം ക്വാളിറ്റി ഉണ്ടാവുമെന്ന് മനസ്സിലാക്കുക. ഒരുപാട് വലിയ പ്രൊജക്റ്റിലൊക്കെ ഉപയോഗിക്കുന്ന ഒരു കമ്പനിയുടെ മെഷീനാണ്, ഗ്രാക്കോ എന്ന കമ്പനിയുടെ മെഷീനാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. അപ്പോൾ വിശ്വസിച്ച് നമുക്ക് പണി ഏൽപ്പിക്കുക എന്നുള്ളത് എനിക്കത് ഫസ്റ്റ് കോട്ടിങ് സെക്കൻഡ് കോട്ടിങ് ഒക്കെ കാണുമ്പോൾ മനസ്സിലായിരുന്നു. ഈ ലെവലിംഗ് ആകുമ്പോൾ പക്കാ ഫിനിഷ് ആയിരിക്കും. എത്ര പെട്ടെന്ന് വെച്ചാൽ രണ്ടാമത്തെ ദിവസം ഫസ്റ്റ് കോട്ടിങ് കഴിഞ്ഞ് സെക്കൻഡ് കോട്ടിങ് പകുതിയായി. അപ്പോൾ എത്രത്തോളം സ്പീഡ് ഉണ്ട് മനസ്സിലാക്കാമല്ലോ. ഏതായാലും ഇതിന് ഫുൾ വീഡിയോ വരുന്നുണ്ട്, ഒന്ന് വെയിറ്റ് ചെയ്യാം. നീ ഒരു പുട്ടി വർക്കിനെ കുറിച്ച് എൻ്റെ സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. കമൻറ്റിൽ സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. എൻ്റെ റീപ്ലൈ ഞാൻ ആ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തി ഇങ്ങോട്ട് പറയാം.